ഒരു വെറൈറ്റി സ്ഥാനാർത്ഥിയാണ്. 90-ാം വയസ്സിൽ കന്നി അംഗത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ഇറങ്ങുകയാണ് ഇപ്പോൾ ചെറുകുന്നം സ്വദേശി കാര്യത്ത് നാരായണൻ നായർ. 3 മുന്നണി പോരാളികൾക്കും എതിരെ സ്വതന്ത്രനായാണ് അജ്മന്നൂർ പഞ്ചായത്തിലേക്ക് നാരായണൻ നായരുടെ മത്സരം. ഒറ്റയാൾ പ്രചാരണത്തിലൂടെ വാർഡിലെ ഓരോ വോട്ടറെയും നേരിട്ട് കണ്ടാണ് നാരായണൻ നായർ വോട്ടുറപ്പിക്കുന്നത്. ഞാനിപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാവങ്ങൾക്ക് എല്ലാവരും സഹായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. മുഖം നോക്കി നിങ്ങൾ സംസാരം മാറ്റുമോ? അങ്ങനെ സംസാരം മാറ്റില്ല. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കാഴ്ചകളിൽ നമ്മൾ ഒരുപാട് സവിശേഷതകളുള്ള സ്ഥാനാർത്ഥികളെ കണ്ടു. അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയാണ് അശമന്നൂർ പഞ്ചായത്തിലെ 2-ാം വാർഡിൽ മത്സരിക്കുന്ന നാരായണൻ നായർ. അപ്പോൾ അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. നാരായണേട്ടാ, എത്ര വയസ്സുണ്ട്? ഏപ്രിൽ 90 വയസ്സ് അടുത്ത് വരും. 90-ാം വയസ്സിലും മത്സരിക്കണം എന്നൊരു തീരുമാനത്തിലെത്തിയത് എങ്ങനെയാ? ഇതിനു മുമ്പൊന്ന് മത്സരത്തെക്കൊള്ളുന്ന ആഗ്രഹം വന്നപ്പോൾ അത് വനിതാ പാട്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സംവരണമായി. അങ്ങനെ ഓരോ 5 വർഷവും നമ്മളുടെ ആയുസ് കുറഞ്ഞു വന്നു. ഞാൻ 1-ാം വാർഡിലെ ആളാണെങ്കിലും 2-ാം വാർഡുമായിട്ട് നല്ല ബന്ധമാണ്. അങ്ങനെയാണ് 2-ാം വാർഡിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തയ്യാറായത്. നല്ല കാര്യം ചെയ്യണം. 30-31 വർഷം ഫീൽഡിൽ ജോലി ചെയ്ത ആളാണ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ പല രീതിയിലും എനിക്ക് ചെയ്യാനും പറഞ്ഞു കൊടുക്കാനൊക്കെ എനിക്ക് കഴിവുണ്ട്. രാജഗിരി സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോഷ്യൽ സർവീസ് കിട്ടിയിട്ടുണ്ട്. പ്രചരണത്തിന്റെ ഇടയിലുള്ള ഒരു വിശ്രമ സമയമാണല്ലോ ഇത്? അങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങനെ ഒരു വിശ്രമവുമില്ല. ഇനി ഇപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പശുവുണ്ട്, അതിന് വെള്ളം കൊടുക്കണം, അതിന് തീറ്റ കൊടുക്കണം, ഇതൊക്കെ ചെയ്യണം. പ്രചരണത്തിനൊക്കെ പോകുന്ന ഒറ്റയ്ക്ക് തന്നെയാണോ? വേറെ ആരും ഇല്ല കൂട്ടിനെ? ആരുമില്ല. ഞാൻ ഇപ്പം പ്രചരണത്തിന് ഒരു വീട് കയറി കഴിഞ്ഞാൽ എൻ്റെ ടെക്നിക്ക് മറ്റുള്ളവർ മനസ്സിലാക്കരുത്. വേറെ പാർട്ടിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആളെ വരെ ഞാൻ സംസാരിച്ച് അത് എനിക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് എൻ്റെ ധാരണ. മുന്നണികളൊക്കെ ഭയങ്കര വലിയ സ്ഥാനാർത്ഥികളെയും വലിയ വാഗ്ദാനമൊക്കെ നൽകിയായിരിക്കുമല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ എന്താണ് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പും വാഗ്ദാനങ്ങളൊക്കെ? ഞാൻ കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്ന് വെച്ചാൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആൾക്കാരെ ജനറൽ ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതിൽ ഇൻഷുർ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ വിളിച്ച് അവരോട് ചോദിച്ചിട്ട് അവരുടെ ഇഷ്ടപ്രകാരം അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഹൗസ് വിസിറ്റൊക്കെ ചെയ്യുമ്പോൾ പേഴ്സണൽ ഗ്രീവിയൻസ് ഉണ്ടോ, കുടുംബത്തിൽ ഭർത്താക്കന്മാർ തമ്മിൽ ആരോഗ്യം എന്തെങ്കിലും ഉണ്ട് കാരണം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കി ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്നവരുടെ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ട് എനിക്ക്. ഏത് തരത്തിലും എങ്ങനെയാണെങ്കിലും ആൾക്കാരെ ബോധവൽക്കരിക്കാൻ എനിക്ക് സാധിക്കും. വാർഡിലൊക്കെ നടന്നപ്പോഴേ അവിടെ ഒരു ഫ്ലെക്സോ അല്ലെങ്കിൽ ഒരു ചുവരെഴുത്തൊന്നും കണ്ടില്ല. വോട്ട് കണ്ടുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വിഡ്ഢികളല്ല നമ്മളുടെ വോട്ടർമാർ. ഒരു ഷോ കാണിക്കാന്നല്ല വേണ്ടേ, അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്തായാലും 13-ാം തീയതി ജയിക്കുന്ന തന്നെയാണ് ഒരു പ്രതീക്ഷയുള്ളത് അല്ലേ? എന്നോട് ചോദിക്കുന്നത് ഞാൻ എൻ്റെ കാര്യമല്ലേ പറയുള്ളൂ. അവർക്ക് അങ്ങനെയല്ല, മുഖം നോക്കാതെ ചാനലിനോട് റിപ്പോർട്ടറോട് സംസാരിക്കുന്നതിനും പെരുമാറുന്നതിനും കുഴപ്പമൊന്നുമില്ല. അതാണ് നല്ല രീതി. നമ്മുടെ ആളാണ് പുള്ളിയുടെ ഭാര്യ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അശമന്നൂർ. പിന്നെ പാടശേഖര സമിതിയുടെ പ്രസിഡൻ്റായിരുന്നു, സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ പൊതുകാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ്. പാടശേഖര സമിതിയിലെ എല്ലാവർക്കും അക്കൗണ്ട് കൊടുക്കുക, അതേപോലെ വിത്ത് വിതരണം ചെയ്യുക. ഇപ്പോഴും ഇനി വയസ്സാം കാലത്തും പുള്ളി വെച്ചൂർ പശുവിനെ വളർത്തുന്നുണ്ട്. അതിൻ്റെ പാല് എടുത്താണ് പുള്ളി കഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും. ഇപ്പോഴും പുള്ളി വണ്ടി ഓടിക്കുന്നുണ്ട്. ഈ ജനങ്ങളോട് താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം അവർ ഉൾക്കൊണ്ടു എന്നുള്ള അതിൻ്റെ ഒരു റിസൾട്ട് 13-ാം തീയതി അറിയാൻ സാധിക്കും എന്നുള്ളതാണ് നാരായണേട്ടൻ പറയുന്നത്. ബിനു പാമ്പയ്ക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിഷ്ണുപ്രകാശ് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. വിഷ്ണു, പ്രായമൊക്കെ ഇത്രയായില്ലേ എന്നുള്ള ഒരു ഒറ്റ ചോദ്യം പോലും പുള്ളിയുടെ അടുത്ത് വേണ്ടല്ലേ? 90 വയസ്സാണ് എന്നുണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നു. നാട്ടുകാർക്ക് മുന്നിൽ തന്റെ വ്യക്തമായിട്ടുള്ള പ്ലാൻ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഒറ്റയാൾ പോരാളിയാണ്.
നമ്മൾ ഈ പ്രായമൊക്കെ വെറും നമ്പറാണെന്നുള്ള തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പുതിയ വെർഷനാണ് ഇപ്പോൾ ഇന്ന് കണ്ട നാരായണൻ നായർ. അദ്ദേഹത്തിന് ഇപ്പോൾ 90 വയസ്സായി. 90-ാം വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കളത്തിലോട്ട് അദ്ദേഹം ഇറങ്ങുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു മത്സരിക്കുന്നത്. പക്ഷേ ഈ സംവരണത്തിൻ്റെയും മറ്റുമുള്ള കാര്യങ്ങൾ കാരണം ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇനി അതിന് തയ്യാറല്ല. അപ്പോൾ വീണ്ടും തൊട്ടടുത്ത് തന്നെയുള്ള, അപ്പോൾ അദ്ദേഹം 1-ാം വാർഡിലെ വ്യക്തിയാണ്. പക്ഷേ അശമന്നൂർ പഞ്ചായത്തിലെ 2-ാം വാർഡിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നത്. അവിടെ 3 മുന്നണികൾക്കും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ താൻ അതുകൊണ്ടൊന്നും ഭയക്കില്ല, തനിക്ക് അതൊരു പ്രശ്നമേ അല്ല, തനിക്കിപ്പോൾ മത്സരിക്കാൻ തോന്നുന്നു, ഇതാണ് അതിൻ്റെ ഉചിതമായിട്ടുള്ള സമയം, നമുക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ടും മത്സരിക്കാൻ താൻ റെഡിയാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഈ ഒരു നോമിനേഷൻ കൊടുത്തതും ഇപ്പോൾ ഓരോ വീടുകളിലും ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന് വേണ്ടി കൊടി പിടിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നടക്കാനോ നമ്മൾ ഈ സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് കാണുന്ന പോലത്തെ ഒരു വലിയ ആൾക്കൂട്ടമോ ഒന്നുമില്ല. ഒറ്റയ്ക്കാണ് നാരായണൻ നായർ ഒരു ഈ ഇലക്ഷൻ പ്രചരണത്തിനായി ഓരോ വീടുകളിലും ഇറങ്ങുന്നത്. ഓരോ വീടുകളിലും എത്തി അവിടെ വീട്ടുകാരോട് എല്ലാം സംസാരിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അങ്ങനെ ഒരു ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു പ്രചാരണമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കട്ടൗട്ടുകളോ അല്ലെങ്കിൽ യാതൊരുവിധ പോസ്റ്ററുകളോ ചുമരെഴുത്തോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ നേരിട്ട് ചെന്നാണ് ആളുകളെ കാണുന്നത്. അപ്പോൾ നേരിട്ട് ചെന്ന് കാണുമ്പോൾ അവരുടെ സങ്കടങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഒരു ആത്മബന്ധം ഉണ്ടാവും. അത്തരത്തിലൊരു ഈ ഇലക്ഷനെ അങ്ങനെ നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ് നാരായണൻ നായർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അത് അത്രത്തോളം വലുതാണ്. ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രായത്തിൽ ഇങ്ങനെ മുന്നിലേക്ക് ഇറങ്ങേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏൽക്കില്ല എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. എന്തിന് ഈ പ്രായത്തിൽ സ്ഥാനാർത്ഥിയായി എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പുള്ളിക്കാരന്റെ കയ്യിലുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും. ശരി വിഷ്ണു.